ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേല ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡൽ കണ്ടിട്ട് ഒരു കസ്റ്റമർ നമ്മൾക്കൊരു പഫ് സ്ലീവ് ഒക്കെ വെച്ച് ചെസ്റ്റ് കട്ടിന് ഒരു കുർത്തി ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം എൻഡിങ്ങിൽ, സ്ലീവിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഒരു 2-3 പ്ലീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡോക്ടർ കോംബോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സ്മോൾ സൈസിൻ്റെ ആണ് കുർത്തി ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഒരു 2 ഇയർ ബേബികളിൽ ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കാണിക്കാം. അപ്പോൾ 2 പേർക്കും കൂടി ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3-4 സാരി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് അത് സ്ട്രൈപ്സിൻ്റെ ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ 2 ബോർഡർ കണ്ടോ, ഈ 2 ബോർഡർ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെസ്റ്റിന് അവിടെ ഒരു കൊടുക്കാനും പിന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അവരുടെ മെഷർമെന്റ്. സ്മോൾ സൈസ് ആണ്. ചെസ്റ്റ് സൈസ് 36 വരുന്ന ഒരു കുർത്തിയാണിത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാനിവിടെ ക്രീപ്പ് ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാം. നമ്മൾ എന്താ പറയുക, കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫിനിഷിംഗ് ഒക്കെ കിട്ടും. അപ്പം ഞാനിവിടെ ഒരു ക്രേപ്പാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഷോൾഡർ നമ്മൾ 6.5, സ്മോൾ സൈസിന് XS ഒക്കെ നമുക്ക് 6.5 ഒക്കെ മതി ഷോൾഡർ. ആം ഹോൾ ലെങ്ത്തും 6.5. പിന്നെ ആ വേസ്റ്റ് ചെസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ഭാഗം അടയാളപ്പെടുത്തി. പിന്നെ ഫുൾ ലെങ്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 45 ആണ്. അപ്പോൾ ആ ലൈനിങ്ങിൽ നമ്മളൊരു 2.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്തത്. പിന്നെ ഫ്ലെയർ നമ്മൾ 18 എടുത്തു. അവിടെ നിന്ന് 18 മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും താഴത്തേക്ക് ആ ഷേപ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി സാരിയുടെ പല്ലുവിന്റെ അവിടെയുള്ള ആ ബോർഡർ ഇല്ലേ, അത് നമുക്ക് ഇങ്ങനെ 2 ബോർഡർ ആയിട്ടത് കട്ട് ചെയ്തെടുക്കണം. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ആ വലിയ ബോർഡർ നമ്മൾ ചെസ്റ്റിന്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ചെറുത് നമ്മൾ നെക്കിന്റെ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി, വി നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെക്കിന്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ കുറച്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് ബോർഡർ കട്ട് ചെയ്തെടുക്കേണ്ട. ആ ചെറിയ ബോർഡർ ആണ്. അപ്പൊ 2 സെപ്പറേറ്റ് ആക്കി എടുക്കണം. ചെറിയ ബോർഡർ, അതിനും നമ്മൾ കുറച്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടും രണ്ടായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഇവിടെ കട്ട് ചെയ്തെടുക്കാണ്. അടുത്തതായിട്ട് നമ്മളുടെ ബാക്കിൽ നമ്മളെ എലൈനാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രൈപ്സ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇതേപോലെ ബോർഡർ കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആ ബോർഡർ പിടിപ്പിക്കാം. ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കിലത്തെ ആ ഒരു എലൈൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിലേക്കുള്ള നമ്മൾ ആ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ആ ഫ്ലെയറും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോർഡർ കട്ട് ചെയ്ത് പോകും സൈഡിൽ നിന്ന്. അപ്പൊ താഴത്തെ എൻഡിങ്ങിൽ നമ്മൾ ബോർഡർ സെപ്പറേറ്റ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ സാധാരണ ഒരു പ്ലെയിൻ ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പ്ലെയിൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വിട്ട് കുറെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് സ്ട്രൈപ്സ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം ഫുള്ളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. ലെങ്ത്ത് നമ്മൾ നല്ല പീസിൽ 45 ആണ് എനിക്ക് എടുക്കേണ്ടത്, ഫുൾ ലെങ്ത്ത്. അപ്പോൾ അതിൽ സീം അലവൻസ് ഒക്കെ കൊടുത്തിട്ട് ഞാനൊരു 46 കൊടുത്തിട്ടുണ്ട്. അതായത് ഷോൾഡറിന്റെ അവിടുത്തെ സീം അലവൻസും താഴത്തേയും കൂടി ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി 46 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുമ്പോൾ ബോർഡറിന്റെ ഇത് ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു എത്ര ഇഞ്ചാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ കുറച്ചിട്ട് വേണം നമ്മൾ ടോപ്പിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബോർഡർ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര വേണം, എനിക്കിപ്പോൾ 45 ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതും കൂടി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ബോർഡർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ബോർഡർ നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ 2 പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അതായത് ബാക്കിലത്തെ ഏലയനും ആ ഒരു ബോർഡർ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ആണ് വരുന്നത്. അപ്പോൾ ചെസ്റ്റിന്റെ അവിടം വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്യണം. ബോഡി കട്ടിങ്ങിൽ ചെസ്റ്റിന്റെ അവിടം വരെ, ചെസ്റ്റ് കട്ടാണല്ലോ, അപ്പൊ അവിടെയാണ് നമുക്ക് ബോർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടം വരെയുള്ള ലെങ്ത് സീം അലവൻസും കൂടി കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 8.5 ഇഞ്ച്, അപ്പൊ 8.5-9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും നോർമലൊക്കെ നമുക്കൊരു 9 ഇഞ്ച് മതി. സീം അലവൻസ് വെച്ചിട്ട് കൂട്ടിയിട്ട് അടുപ്പിട്ട് കൊടുത്താലും മതി.
അപ്പോൾ 9 ഇഞ്ച് എടുത്തു, ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കേണ്ട പ്ലീറ്റ് ഇല്ലേ, അപ്പോൾ ആ പ്ലീറ്റ് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. കാരണം ആ സൈഡിലത്തെ ആ ബോർഡർ നമുക്ക്, ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഞാൻ ഇതേപോലെ എ ലൈനായിട്ട് തന്നെ ഷേപ്പ് കൊടുക്കുന്നില്ല. നേരത്തെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ, അതായത് നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് നേരത്തെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പം ഈ ഒരു കുർത്തി ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ പ്ലേറ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ആ പീസ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ സൈഡിൽ നിന്ന് ആ ബോർഡർ ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് എത്രയാണോ ചുരുക്ക് വേണ്ടത് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചുരുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെസ്റ്റിൻ്റെ എത്രയാണോ വേണ്ടത് അതിൻ്റെ ഒരു 2 ഇരട്ടി, അതിൻ്റെ 2 ഇരട്ടി എടുത്തിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് സ്ലീവ് ആണ്. സ്ലീവ് ഞാനിവിടെ ഒരു ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ട് താഴത്ത് ചെറിയൊരു കുഞ്ഞ് 2-3 പ്ലേറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് കൈയുടെ ആ ഒരു സെന്റർ ഭാഗത്തായിട്ട് കണ്ടോ, അവിടെ നമുക്കൊരു എത്രയാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ട അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. സീം അലവൻസും കൊടുത്തു. എന്നിട്ട് ഇതേപോലെ 3 ഇഞ്ച് മേളിലേക്ക് ക്യാപ് ഹൈറ്റ് പഫ് സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് നമ്മൾ മേളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു ആം ഹോളിന്റെ അവിടുത്തെ ആ ഒരു ലെങ്ത്തും സീം അലവൻസും മാർക്ക് ചെയ്തു. താഴത്ത് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന്റെ ഇച്ചിരി കൂടി കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ സീം അലവൻസ് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നെക്ക് ഞാൻ വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വീനെക്കും ബാക്കിൽ യു ആണ്. അപ്പോൾ ബാക്കിലത്തെ ലെങ്ത് 4 ഇഞ്ചും ഫ്രണ്ടിലത്തെ വീനെക്കിന്റെ ലെങ്ത് 8 ഇഞ്ചും ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ഫുൾ അരികൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ താഴത്തെ 2 പീസിന്റെ, അതായത് ഫ്രണ്ടിലത്തെ പീസിന്റെയും ബാക്കിലത്തെ പീസിന്റെയും എൻഡിങ്ങിൽ നമ്മൾ ആ ഒരു ബോർഡർ വെച്ച് കൊടുക്കണ്ടേ. അപ്പൊ ആ ബോർഡർ വെച്ചിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ താഴത്ത് നമ്മൾ ബോർഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് അല്ല, കുഞ്ഞു കുഞ്ഞു ചുരുക്ക് പോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബോഡി പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ വേണം നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഏകദേശം ഒരു അരയിഞ്ച് വെച്ചിട്ടാണ് കുഞ്ഞു കുഞ്ഞു ചുരുക്കിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു ബോഡി പീസ് ഇതിലേക്ക് ഇങ്ങനെ നല്ല പീസും ചുരുക്കിട്ടതിൻ്റെ നല്ല പീസും കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് അടിച്ച് ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമ്മളുടെ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ, അപ്പോൾ ചെസ്റ്റിന്റെ അവിടെ നമ്മൾക്ക് ഈ ഒരു ബോർഡറാണ് വെക്കേണ്ടത്. അതും തയ്യൽ തുമ്പ്, അതായത് നമ്മൾ സീം അലവൻസ് കട്ട് ചെയ്തെടുത്തപ്പോൾ മാറ്റിയല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ചെസ്റ്റിന്റെ അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് ആ ഒരു പീസ് കിട്ടുന്നത്. ഇനി നമ്മൾ നെക്ക് കൊടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ലൈനിങ്, അതായത് ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുത്തില്ലേ, അത് ലൈനിങ്ങും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതിനു മുമ്പ് നമ്മുടെ നെക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നെക്ക് നമ്മൾ 8 ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്ക് 8 ഇഞ്ചിൽ വരുമ്പോഴത്തേക്കും എത്രയാണ് നമുക്ക് ആ ഒരു കറക്റ്റ് നിൽക്കും. അപ്പോൾ ഈ ഒരു പീസാണ് കേട്ടോ നമ്മൾ നെക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ബോർഡറൊക്കെ നമ്മൾ അടിച്ചെടുത്തു. നെക്കിലത്തെ ആ പീസും ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും തയ്യൽ തുമ്പൊക്കെ വെച്ച് അടിച്ചെടുത്തു. നെക്കിലേക്കൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ നെക്കില് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നെക്ക് വി നെക്കിൽ ആ ഒരു കുഞ്ഞു ബോർഡറും കൂടി പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ പീസ് നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. അപ്പൊ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്ക് സ്ലീവില് ആ ഒരു പഫ് സ്ലീവില് കുഞ്ഞു ചുരുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് താഴത്തും നമ്മൾ 2-3 പ്ലീറ്റും കൂടി താഴ്ത്തിട്ടിട്ടാണ് മേളിലത്തെ പഫ് സ്ലീവിലേക്കുള്ള ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ താഴത്തെ ആ ഒരു കുഞ്ഞു പ്ലീറ്റ്. മേളിലും നമ്മൾ കുഞ്ഞു പഫ് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, താഴത്തെ ഒരു 2-3 ചുരുക്കിടുന്ന പോലെ ഇങ്ങനെ സെന്ററിലായിട്ട് ഇതേപോലെ വരും.
ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിലത്തെ പീസ് നമ്മൾ മടക്കി അടിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതിങ്ങനെ ഫ്രണ്ടിലത്തെ പീസും ബാക്കിലത്തെ പീസും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ ആ ഷോൾഡർ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ആളുടെ സൈസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതപ്പോൾ രണ്ട് സൈഡിലെ ഷേപ്പ് ഓക്കെ ആണോ നോക്കിയിട്ട് ആ ഷേപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്കതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ അടിച്ചെടുത്തതിന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടാണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ചുരുക്കൊക്കെ ആ ഒരു കറക്റ്റ് ഇതിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം അതേപോലെ തന്നെ കിട്ടും. അപ്പൊ ഇതാണ്, ഈ ലുക്കിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ 2 ഇയർ ബേബി ഗേളിന്റെ ഫ്രോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ.